ഇത് പണ്ട് കാലം തൊട്ടേ ഉള്ളൊരു ചിറയാണ്. ഇത് നാട്ടുകാർക്ക് മൊത്തവും അങ്ങോട്ടുള്ള ആൾക്കാർക്ക് മൊത്തവും കൃഷിക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ചിറയാണ്. പിന്നെ ഇത് കാലക്രമേണ കൊണ്ട് നശിച്ച് ഒന്നും ചെയ്യാതായി. അങ്ങനെ കഴിഞ്ഞ വർഷം 50 ലക്ഷം രൂപ ഇതിന് അനുവദിച്ചതാണ് സർക്കാരിൽ നിന്ന്. നമ്മുടെ മന്ത്രി രാജു അനുവദിച്ച് അങ്ങനെ ഈ മതിൽ കെട്ടൊക്കെ കെട്ടി 6 മാസം കഴിയുന്നതിന് മുമ്പ് ഇത് ഇടിഞ്ഞ് വീഴുകയും ചെയ്ത്. ഇടിഞ്ഞ് വീണ് കഴിഞ്ഞ് പിന്നെ ആ പഴയ അവസ്ഥയിൽ തന്നെ ആയി. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വെഞ്ചേമ്പ് പുതുവീട്ടിൽ ചിറയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ചിറയുടെ സമഗ്ര നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടും പഞ്ചായത്തിൻ്റെ അനാസ്ഥ മൂലം ചിറയുടെ നവീകരണ പദ്ധതി മുടങ്ങി. പിന്നീട് തിരിഞ്ഞു നോക്കാൻ പോലും പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ചിറയിലേക്ക് ഇടതുകര കനാലിൽ നിന്ന് വെള്ളം എത്തിക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തേണ്ട പദ്ധതി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പാതിവഴിയിൽ ഉപേക്ഷിച്ചതോടെ ചിറയിൽ വീണ്ടും തെളിനീരും ജലസമ്പത്തും ഉണ്ടാകുമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയും മങ്ങി. പ്രദേശവാസിയായ മോഹനൻ്റെ വാക്കുകളിലേക്ക്. ഇപ്പം അങ്ങോട്ട് വെള്ളമൊന്നും കിട്ടുന്നില്ല, ഇങ്ങനെ വൃത്തിഹീനമായി കിടക്കുക. അതിൻ്റെ അപ്പുറത്ത് അത് ഇപ്പം പിന്നെ സർക്കാർ തന്നെ പണിയുന്ന കൃഷി ഓഫീസിന് വേണ്ടി പണിയുന്ന കെട്ടിടമാണത്. അതും ശോചനാവസ്ഥയിലാണെന്ന് വെച്ചാൽ പണി ശരിയല്ല. അതിൻ്റെ കാര്യം അത് തന്നെ. മെമ്പറിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു? മെമ്പറിനോട് പറഞ്ഞിട്ടെന്തോ ഒന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് വെച്ചാൽ ഫണ്ട് അനുവദിച്ച് 50 ലക്ഷം രൂപയെന്ന് വെച്ചാൽ ഇത് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ, കംപ്ലീറ്റ് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ. അത് ഏത് വരുന്ന കോൺട്രാക്ടർമാരായാലും അങ്ങനെ തന്നെയല്ല ചെയ്യൂ. ഇത് അവരവരുടെ ലാഭം നോക്കും. ഇങ്ങനെ ഇതിൻ്റെ പുതുവീട്ടിൽ ചിറ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്തുവായിരുന്നു? അത് പഴയ ഒരു ചിറയുടെ പേരാണ്. അവരുടെ വീട് പുതുവീട്ടിൽ നിന്നാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് യഥാർത്ഥ അമ്പലത്തിൻ്റെ ചിറയാണ്, അമ്പലച്ചിറയായത്. ആൾക്കാർ കുളിക്കാനൊക്കെ വരുമായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ കുളിക്കും. ഇവിടുന്ന് മാത്രമല്ല പല സ്ഥലത്തു നിന്നും ആൾക്കാർ കുളിക്കാൻ വരുമായിരുന്നു. അതിനുള്ള സൗകര്യവും സെറ്റപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഈ വെള്ളമെല്ലാം നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ വെള്ളവും ഒക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. മീനുണ്ടായിരുന്നു, താമര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. എന്നുവെച്ചാൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കുളമാണ്. നീന്തൽക്കുളവും പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ നീന്താനും കൊണ്ടും ഈ സ്കൂൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഈ വേനലിലൊക്കെ നല്ല ജലസമ്പത്ത് ഒരിക്കലും പറ്റാത്തൊരു ചിറയായിരുന്നു. പക്ഷേ ഈ വേനൽ സമ്പത്ത് മൊത്തവും അങ്ങോട്ടുള്ള ആ വയൽ മൊത്തവും കൃഷിക്ക് വെള്ളം ഇതിനകത്ത് നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ വെള്ളവും ഇല്ല, അതിനുള്ള സൗകര്യമില്ല. കൃഷിയുണ്ട്, അങ്ങനത്തെ വെള്ളത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്. എന്നുവെച്ചാൽ ഏതാണ്ട് കുറച്ച് നാളായില്ല. ഇത് ഈ അടുത്ത സമയത്ത് ഇതൊന്ന് പുതുക്കി പണിഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പണിയിലാണ് ഈ കെട്ടുമൊക്കെ വന്നത്. മൊത്തവും വൃത്തിയാക്കി ലോഡ് കണക്കിന് ചെളി ഇതിൽ നിന്ന് വാരി മാറ്റി പഴയ അവസ്ഥയിൽ വന്നതാണ്. പിന്നെ നോക്കാനും കാണാനും ആളില്ല, ഇങ്ങനെ പറ്റി പോകുന്നതാണ്. പുനരുദ്ധാരണത്തിന് അനുവദിച്ച തുക പൂർണ്ണമായും ചെലവഴിക്കാൻ സാധിക്കാത്തതാണ് പദ്ധതി നിലവിൽ മുടങ്ങാൻ കാരണം. ചിറയുടെ സംരക്ഷണത്തിനും ചെളി നീക്കം ചെയ്യുന്നതിനും പഞ്ചായത്ത് 2ഓളം തവണ ഫണ്ടും അനുവദിച്ച് നവീകരണം തുടങ്ങുകയും ചെയ്തെങ്കിലും ഫലപ്രദമായി നവീകരണ പ്രവൃത്തികൾ നടത്താത്തതാണ് തിരിച്ചടിയായി മാറിയത്. അതിനാൽ ചിറയിലെ ചെളി പൂർണ്ണമായും നീക്കാനും സാധിച്ചില്ല. വിസ്തൃതമായ ചിറയിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നതിന് ബാർജ് പോലെയുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അവയ്ക്ക് കൂടിയുള്ള യാത്രാ ചെലവുകൾ ഉൾപ്പെടുത്തിയാണ് ടെൻഡറും വിളിക്കേണ്ടത്. ഇതുകൂടാതെ ചിറയുടെ നവീകരണത്തിന് സാങ്കേതിക വിദഗ്ധരുടെ സഹായം കൂടി തേടണം. എന്നാൽ ഇതൊന്നും പാലിക്കാതെയുള്ള പദ്ധതി നടപ്പാക്കൽ തിരിച്ചടിയാണെന്നും വിലയിരുത്തപ്പെടുന്നു. CPI നേതാവും ജനപ്രതിനിധിയുമായ പ്രദീപിൻ്റെ വാക്കുകളിലേക്ക്. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിറകളാണ് ഒന്ന് കൊച്ചുവട്ടവൻ ചിറയും അതുപോലെ തന്നെ പുതുവീട്ടിൽ ചിറയും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിറയാണ് പുതുവീട്ടിൽ ചിറ. ഏതാണ്ട് പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു രീതി. ഇപ്പോൾ ചിറയെ സംബന്ധിച്ച് നമുക്കറിയാം, ചിറയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് കാലത്തെല്ലാം കൃഷിയിടങ്ങളിൽ ജലം ലഭ്യമല്ലാത്ത വേളകളിൽ ജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കൂടുതൽ നവീകരിച്ച് മത്സ്യ വളർത്തൽ, അതുപോലെ തന്നെ കുട്ടികളുടെ നീന്തൽ പരിശീലനം, അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും രാവിലെയുള്ള മോർണിംഗ് വാക്കിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആധുനികമായി ചിറകളെ മറ്റ് പഞ്ചായത്തുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പുതുവീട്ടിൽ ചിറയെ സംബന്ധിച്ച് 50 ലക്ഷം രൂപ കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് പണിയുന്നതിന് വേണ്ടി പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം അതിനകത്ത് 25 ലക്ഷം രൂപ മാറിയിട്ടുള്ള. ആ മാറി
ഇപ്പോൾ ആ വർക്ക് ടെൻഡർ ചെയ്തതിന് ശേഷം പിന്നെ ആ വർക്ക് അത് DR പാക്കിംഗ് ആണ്. സാധാരണഗതിയിൽ DR പാക്കിംഗ് ടെൻഡർ ചെയ്യുമ്പോൾ കോൺട്രാക്ടർമാർ വെക്കുന്ന കരാറിൽ 2 വർഷക്കാലം ഇതിന് ബലക്ഷയം വന്നാൽ ഇത് ഇടിഞ്ഞു വീണാൽ ഇത് പുനർനിർമ്മിക്കാനുള്ള ഉത്തരവാദിത്തം കോൺട്രാക്ടർക്കാണ്. അങ്ങനെ ഇരിക്കെ നിർമ്മാണം കഴിഞ്ഞ് 6 മാസത്തിനകമാണ് ഈ ചിറ മുഴുവനായി ഇടിഞ്ഞു വീഴുന്നത്. എന്നാൽ ഇടിഞ്ഞു വീഴുന്നത് 2023 ഒക്ടോബർ മാസം 23-ാം തീയതി എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ആണ്ട് തീരാൻ പോവുകയാണ്. ഒക്ടോബർ ആകുമ്പോഴത്തേന് 1 വർഷം തികയാൻ പോവുകയാണ്. 11 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 11 മാസക്കാലമായിട്ടും ഈ പഞ്ചായത്തിന് ബന്ധപ്പെട്ട അധികൃതർക്ക് ഇത് പിന്നെ ഏറ്റെടുത്ത കോൺട്രാക്ടറെ കൊണ്ട് ബില്ല് മാറിയ കോൺട്രാക്ടറെ കൊണ്ട് പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടില്ലെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് കെടുകാര്യസ്ഥതയും അഴിമതിയാണ്. ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത് ഇടിഞ്ഞു വീണ ഘട്ടത്തിൽ തന്നെ നിങ്ങളെല്ലാം ഉള്ള മാധ്യമങ്ങളെല്ലാം ക്ഷണിച്ചു വരുത്തി ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. എന്നിട്ട് 11 മാസക്കാലമായിട്ടും ഇതിനകത്ത് എന്താണ് ഇടപെടാത്തത് എന്നുള്ളതിനൊരു മറുപടി കൂടി ഈ പിന്നെ ഞാൻ എൻ്റെ ഈ പറച്ചിലിലൂടെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കരവാളൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിലെ 1.5 ഏക്കറിനുള്ളിൽ നിൽക്കുന്ന ഈ ചിറ കാലപ്പഴക്കം കൊണ്ട് ഉപയോഗശൂന്യമായി കിടക്കുകയാണിപ്പോൾ. ചിറയുടെ സംരക്ഷണ ഭിത്തി പലതവണ ഇടിഞ്ഞും ഇറങ്ങിയും ചെളിയും കാടും കയറി ജലസ്രോതസ് ജീർണാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ചിറയുടെ പുനരുദ്ധാരണം നാട്ടുകാരുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ്. സമീപമുള്ള പാടശേഖരങ്ങളിൽ വേനൽക്കാലത്തുൾപ്പെടെ ജലമെത്തിച്ചിരുന്നത് ഈ ചിറയിൽ നിന്നായിരുന്നു. പ്രദേശവാസിയും മുൻ തപാൽ വകുപ്പ് ജീവനക്കാരനുമായ മുരളീധരൻ പിള്ളയുടെ വാക്കുകളിലേക്ക്. കെട്ടി ഇതിനകത്ത് താമരയൊക്കെ കൊണ്ടിട്ട് എൻ്റെ നല്ല പുറമേല ഒരു 10-20 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇതിനകത്ത് നിറയെ താമര കിടക്കുക. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തു. ആ താമരയൊക്കെ പോയി സൈഡ് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും താമരയൊക്കെ പോയിട്ട് അതിൻ്റെ വേസ്റ്റെല്ലാം കോരി കളഞ്ഞ് പിന്നെ സൈഡ് എല്ലാം വൃത്തിയാക്കി. പക്ഷെ മഴ പെയ്യുമ്പോൾ ഇവിടുത്തെ വെള്ളമെല്ലാം കൂടെ വന്ന് ഇതിനകത്തങ്ങ് മറിയും. അങ്ങനെ രണ്ടാമത്തെ ഇത് ഇവിടെ ഈ സൈഡ് ഉയർത്തി കെട്ടിയിട്ട് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൃഷി ഭവനിന് വേണ്ടി ആ കെട്ടിടം പണിയുന്നത്. കൃഷി ഓഫീസിന് വേണ്ടി അത് പണിഞ്ഞ് എന്ന സമയത്ത് ഇവിടെ അടഞ്ഞപ്പം അവരെന്ന് വെച്ചാൽ വണ്ടി ഇറക്കുന്നതിന് വേണ്ടി തടിയൊക്കെ ഇട്ട്, പക്ഷേ മഴ പെയ്തപ്പം അതെടുത്ത് മാറ്റാൻ പറ്റിയില്ല, ഓവർഫ്ലോ ആയി വണ്ടി അങ്ങനെ ഈ സൈഡ് ഇടിഞ്ഞു. കുറേ നാളങ്ങനെ കിടന്ന് പിന്നെ നാട്ടുകാരെ കൂടെ ചേർന്ന് പറഞ്ഞ് എന്തായാലും കൊണ്ടാ ഇത് വീണ്ടും തുറന്ന് ഒക്കെ പോന്നു. ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അവിടവും ഇടിഞ്ഞു. ഇപ്പോൾ ഇത് ഈ പഴയ കാലത്ത് ഈ ചിറ ഉണ്ടാകുന്നത് ഈ താഴോട്ടുള്ള ഏലായിലെ നെൽകൃഷിയുടെ ആവശ്യമായിട്ടാണ് ചെയ്തതായിട്ട് നമ്മൾ അറിയുന്നത്. ക്രമേണ കൃഷിയൊന്നും ഇല്ലാതായി പഞ്ചായത്ത് എൻ്റെ വകയായിട്ടാണ് ഈ പുതുവീട് ചിറയെന്നാണ് ഇതിന് പറയുന്നത്. പുതുവീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടുപേരാ പുതുവീടെന്നാണ്. അപ്പം ഈ പുതുവീട്ട് ചിറയെന്നാണ് റെക്കോർഡിനകത്തൊക്കെ. അപ്പം ഇത് ഫലത്തിൽ ഇത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ കിടക്കുക. ഇത് നല്ല രീതിയിൽ ഈ വെള്ളം അടച്ചാൽ നിൽക്കത്തില്ല, ഉറവാഞ്ഞിറങ്ങി അങ്ങ് പോകും. അപ്പോൾ ആ സൈഡ് തോണ്ടി നല്ല ഗ്രൗട്ടിട്ട് ശരിയാക്കിയെങ്കിൽ മാത്രമേ വെള്ളം ഇതിൽ നിൽക്കൂ. അങ്ങനെ വെള്ളം നിൽക്കുകയും ഇതിനൊരു സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി വന്നെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവത്തുള്ളൂ. മെമ്പറിൻ്റെ അടുത്ത് ഈ കാര്യം അറിയിക്കുകയും അവരൊക്കെ അങ്ങനെയാണല്ലോ. ഇതിപ്പം 2 പ്രാവശ്യം എൻ്റെ ഓർമ്മയിൽ ഒരു 10 വർഷത്തിന് മുമ്പ് ഒന്ന് പുതുക്കി. അന്ന് ഇതിനകത്ത് പിന്നെ ചേറെല്ലാം കോരി കളഞ്ഞ് വൃത്തിയാക്കി കുറച്ച് നാളത്തേക്ക് അങ്ങനെ കിടന്നു. വീണ്ടും ഈ മഴവെള്ളം എല്ലാം കൂടെ വന്ന് ചാടി ഇറങ്ങി വീണ്ടും പഴയതുപോലെ ആവുന്നു. രണ്ടാമത് ഇപ്പം ഒരു വർഷത്തിനകത്ത് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ വീണ്ടും ഈ ഇപ്പോഴത്തെ നിലവിലുള്ള മെമ്പറൊക്കെ ഇടപെട്ടാണ് ഇതിനകത്തെ പറ്റി ഒരു പുതിയ ടെൻഡറാവുന്നത്. ടെൻഡറായി പുതുക്കിയെങ്കിലും ഈ കെട്ടുകൾ ആ കെട്ടൊക്കെ ഉയർത്തിയത് ഇപ്പോഴാണ്. ആ സൈഡ് ഇങ്ങോട്ട് കെട്ടി ഫുട്പാത്തൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം ചെയ്തത് ഇപ്പോഴാണ്. അപ്പോഴാണ് ഈ മഴവെള്ളപ്പാച്ചിലിൻ്റെ ഇവിടെ ഇടിഞ്ഞു, അങ്ങേശം ഇടിഞ്ഞു. അപ്പം ഫലത്തിൽ ഇനി അത് നല്ല രീതിയിൽ ചില കൊണ്ട് അതെ ശാസ്ത്രീയമായിട്ട് എഞ്ചിനീയേഴ്സ് ആരെങ്കിലും കണ്ടിട്ട് അവർ ഇത് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായപ്പം അതിൻ്റെ കുഴപ്പങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ ഇതെങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ചെയ്തെങ്കിലേ ഇത് ഏക്കത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പം ഗ്രാമസഭയിൽ ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചു, അത് ചെയ്യാമെന്ന് പറഞ്ഞു, അവിടെ ചർച്ച ചെയ്തു, ഇതിൻ്റെ ആരെങ്കിലും വിളിച്ച് ഒരു കോൺട്രാക്ടറെ വിളിച്ച് കാണിച്ചു ഇത്ര രൂപ എന്ന് പറഞ്ഞാലെ കൊണ്ട് ആ രീതിയിലായാൽ അതാ പോരാ. അത് ചെയ്യേണ്ടത് ഇത് തന്നെ ശാസ്ത്രീയമായിട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയർ നല്ല രീതിയിൽ പരിജ്ഞാനമുള്ളതായ എഞ്ചിനീയേഴ്സ് വന്ന് കണ്ടിട്ട് ഇത് ഇന്ന രീതിയിൽ ചെയ്തെങ്കിൽ ഇതുവരെയുള്ള അവസ്ഥ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്, കാരണം അടി ഉറപ്പില്ല, അപ്പം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ അവർ വന്ന് കണ്ട് ഇതിന് വേണ്ടുന്നതായ നിർദ്ദേശം അവർ വയ്ക്കണം. ആ നിർദ്ദേശം നമ്മളൂടെ കേട്ടിട്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ശേഷം ടെൻഡറാക്കണം.
അങ്ങനെ ചെയ്താൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവും. നമ്മുടെ ഏത് ചാനലിൻ്റെ? നിലവിൽ ചിറയുടെ പണി പൂർത്തീകരിച്ച് ഇവിടെ നടപ്പാതയും കൈവരികളും നിർമ്മിച്ച് ചിറ മനോഹരമാക്കണമെന്നും വാക്ക്വേ, സോളാർ ലൈറ്റ് തുടങ്ങിയവ സ്ഥാപിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ചിറയുടെ നവീകരണം പൂർത്തിയായാൽ പഞ്ചായത്തിലെ പ്രധാന വിനോദ കേന്ദ്രവും നീന്തൽ പരിശീലന കേന്ദ്രവുമാക്കി മാറ്റാൻ കഴിയുമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. അത്തരത്തിലുള്ള അനന്ത സാധ്യതകളാണ് നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണമെന്നും നാട്ടുകാർ പറയുന്നു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.